ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 19-ാം തിരുലിഖിതം. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു എന്നരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ദൈവ ഭയമുള്ളവനെ മാനിക്കുന്ന കർത്താവ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 3-ാം തിരുലിഖിതം, ദൈവ ഭയമുള്ള ഒരുവൻ 1000 പാപികളെക്കാൾ മെച്ചമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് വെറുതെ ഒരു കോൺഫറൻസോ ഒരു പ്രസംഗമോ ഒരു പരിപാടിയോ അല്ല. ഇത് ജീവിക്കുന്ന ദൈവം നമ്മെ നേർക്കുനേർ കണ്ടുമുട്ടുന്ന മിനിറ്റുകളും സെക്കൻഡുകളുമാണ്. ഇവിടെ ദൈവം ഓരോ കുടുംബങ്ങളുടെയും ഓരോ വേദനകളിലേക്ക് ഇടപെടുകയാണ്. എന്നെയും നിങ്ങളെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. എൻ്റെയും നിങ്ങളുടെയും പിതാമഹന്മാരെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. എൻ്റെ കുടുംബത്തെ ഓർക്കുകയും അറിയുകയും ചെയ്യുന്ന ദൈവമുണ്ട്. ആ ദൈവം ഈ വചന ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇടപെടുകയാണ്. ഇതാ ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഓസ്ട്രേലിയയിലെ പെർത്ത് എന്ന സ്ഥലത്ത് നിന്ന് ബിനു എഴുതുന്നത്, ദൈവം തന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ കുടുംബമായി ഓസ്ട്രേലിയയിൽ പെർത്തിൽ താമസിക്കുന്നു. ഞങ്ങൾക്ക് മൂത്ത മകനുണ്ടായി 6 വർഷം കഴിഞ്ഞിട്ടും പിന്നെ കുട്ടികൾ ഉണ്ടാകുന്നില്ല. ഞങ്ങൾ അട്ടപ്പാടി സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നുള്ള വചന പ്രഘോഷണ എപ്പിസോഡുകൾ ഓൺലൈനിൽ കമ്പ്യൂട്ടറിൽ കാണാൻ തുടങ്ങി. അങ്ങനെ ഓൺലൈനിൽ അട്ടപ്പാടിയിൽ നിന്നുള്ള ആ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞ ഒരു ദൈവവചനം എന്നെ ആഴത്തിൽ സ്പർശിച്ചു. സങ്കീർത്തനം 2:8, എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും. എൻ്റെ പിതാവായ ദൈവത്തോട് ഞാൻ അന്നു തൊട്ട് യേശുവിൻ്റെ നാമത്തിൽ എനിക്കൊരു കുട്ടിയെ തരണമെന്ന് അവകാശപ്പെട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് കൂട്ടുകാരുമായി ഇടയ്ക്കിടയ്ക്ക് മദ്യപിക്കുന്ന ഒരു പ്രത്യേക ചീത്ത സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു, ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ മദ്യപിക്കില്ല. ദൈവ തിരുമുമ്പിൽ ഞാൻ വാക്കുകൊടുത്തു. അന്ന് തൊട്ട് എൻ്റെ മദ്യപാനശീലം വിട്ടുപോയി. 2010 ജൂൺ മാസത്തിലാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ മാസം ജൂലൈയിൽ തന്നെ എൻ്റെ ഭാര്യ ഗർഭിണിയാവുകയും പിന്നെ 2011 മാർച്ച് മാസത്തിൽ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. എൻ്റെ ദൈവമായ കർത്താവിന് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. കൂടാതെ എൻ്റെ ഭാര്യയുടെ 10 വർഷമായി ഉണ്ടായിരുന്ന പിടലി വേദനയും ആ ഓൺലൈൻ പ്രോഗ്രാമിൽ പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചു. ഇങ്ങനെ കർത്താവ് എൻ്റെ കുടുംബത്തിൽ വചനത്തിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ ആ കുട്ടിയുടെ ചിത്രവും ലെറ്ററിനോടനുബന്ധിച്ച് എത്തിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇടയ്ക്കിടയ്ക്ക് മദ്യപാനം ഉണ്ടായിരുന്ന വ്യക്തി ദൈവ വചനം കേട്ടപ്പോൾ അവിടെ വെച്ച് മദ്യത്തിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു. ഇനി എനിക്ക് മദ്യപിക്കണ്ട. ജീവിതത്തിൽ പിന്നെ മദ്യപിച്ചിട്ടില്ല അദ്ദേഹം കർത്താവിന് മുമ്പിൽ കർത്താവിന് പ്രിയനായി ജീവിക്കുകയാണ്. അതുപോലെ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അതുപോലെ ആ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിച്ച് ജൂൺ മാസത്തിൽ പ്രാർത്ഥിച്ചു. ജൂലൈയിൽ തന്നെ ആ കുടുംബം ഗർഭിണിയായി. പിന്നീട് ആ കുട്ടിക്ക് ജന്മം നൽകി. ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി
ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കാലങ്ങളായി മൂടൽമഞ്ഞിൽപ്പെട്ട് മൂടപ്പെട്ട് കിടക്കുന്ന ഹൃദയങ്ങളെ ഉണർത്തണമേ കർത്താവേ. ചാരമൂടി കിടക്കുന്ന അഗ്നി ജ്വലിപ്പിക്കണമേ കർത്താവേ. എല്ലാ ഹൃദയങ്ങളും ഉണരട്ടെ കർത്താവേ. വിശ്വാസ മേഖലകളിൽ അപജയം വന്നുപോയ കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ അവിടുന്ന് ഇടപെടണമേ കർത്താവേ. ഓ ദൈവമേ, അവിശ്വാസത്തിൻ്റെയും നിരീശ്വരചിന്തയുടെയും ദൈവനിഷേധത്തിൻ്റെയും ഭക്തിരാഹിത്യത്തിൻ്റെയും വിശ്വാസക്കുറവിൻ്റെയും എല്ലാ സ്വാധീനങ്ങളെയും അന്ധകാരങ്ങളെയും ആധിപത്യങ്ങളെയും അരൂപികളെയും നസ്രായന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, വിട്ടുമാറിപ്പോവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ അത്ഭുതങ്ങൾ പ്രാപിക്കാൻ തടസ്സമാകത്തക്കവണ്ണം കുടുംബങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന എല്ലാ ആധിപത്യ ശക്തികളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു, വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പരിശുദ്ധാത്മാവ് നിറയട്ടെ, കൃപയുടെ ആത്മാവ് നിറയട്ടെ, വചനത്തിന്റെ ആത്മാവ് നിറയട്ടെ, ശക്തിയുടെ ആത്മാവ് നിറയട്ടെ, സൗഖ്യത്തിന്റെ ആത്മാവ് നിറയട്ടെ, അഭിഷേകത്തിന്റെ ആത്മാവ് നിറയട്ടെ. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ യേശുനാമത്തിൽ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവഭയമുള്ള ഒരു വ്യക്തിയെ മാനിക്കുന്നവനാണ് സ്വർഗത്തിലെ കർത്താവ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 16-ാം അധ്യായം 3-ാം തിരുലിഖിതം, ദൈവഭയമുള്ള ഒരുവൻ 1000 പാപികളെക്കാൾ മെച്ചമാണ്. തിരുലിഖിത പ്രകാരം ഈ ഒരു ദൂതിനെ നാം ഒന്ന് പഠിക്കാൻ പോവുകയാണ്. നമ്മൾ ആദ്യം തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എടുക്കുന്നത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 12-ാം തിരുലിഖിതമാണ്. എന്നാൽ നിന്റെ പിതാവായ ദാവീദിനെ ഓർത്ത് നിന്റെ ജീവിതകാലത്ത് ഞാൻ ഇത് ചെയ്യുകയില്ല. നിന്റെ മകന്റെ കരങ്ങളിൽ നിന്ന് ഞാൻ അത് വേർപെടുത്തും. ഈ വചനത്തിന് അടിസ്ഥാനം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് സോളമൻ രാജാവിൻ്റെ ചില വീഴ്ചകളെ തുടർന്ന് ദൈവം കർശനമായി ഇടപെടുന്ന ചില ഇടപെടലുകളാണ്. സോളമൻ രാജാവിൻ്റെ ജീവിതത്തിൽ ദൈവം 3 തവണ പ്രത്യക്ഷപ്പെടുന്ന പ്രകടമായ സംഭവങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തെ തവണ പ്രത്യക്ഷപ്പെട്ടിട്ട് ദൈവം വളരെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ കൊണ്ട് അവരെ നിറച്ചു. വചനത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? നിന്റെ മുൻഗാമികളായ രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചില്ലാത്ത വിധം ധനവും പേരും പ്രശസ്തിയും ഞാൻ നിനക്ക് നൽകും. സോളമൻ രാജാവിനെ അനുഗ്രഹിച്ച ദൈവം അങ്ങനെ നിറച്ചു കൊടുത്ത് അങ്ങനെ അനുഗ്രഹിച്ച് ഉയർത്തി. എന്നാൽ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്, അവൻ്റെ ഹൃദയം അവൻ്റെ പിതാവായ ദാവീദിനെ പോലെ പൂർണ്ണമായി ദൈവത്തെ അനുഗമിച്ചില്ല. അതുകൊണ്ട് അവൻ യുദ്ധത്തിന് പോയ രാജ്യങ്ങളിൽ നിന്ന് രാജകുമാരിമാരെ, എനിക്ക് ഇഷ്ടപ്പെട്ട രാജകുമാരിമാരെ കല്യാണം കഴിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. ഏത് ജാതിയിൽപ്പെട്ടതായാലും ഏത് മതത്തിൽപ്പെട്ടതാണെങ്കിലും ശരി, തനിക്കിഷ്ടപ്പെട്ടാൽ ആ രാജകുമാരിമാരെ കല്യാണം കഴിച്ച് ഇതാ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാജ്ഞിമാര് സോളമന്റെ ഹൃദയത്തെ അവന്റെ വാർദ്ധക്യത്തിൽ അന്യ ദൈവങ്ങളിലേക്ക് വഴിതിരിച്ചു. പൂജാരിമാരെ നിയമിച്ചും പൂജാഗിരികൾ ഉണ്ടാക്കിയും ബിംബങ്ങൾ ഉണ്ടാക്കിയും നടക്കുന്ന ഒരു സോളമനെ വാർദ്ധക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ദൈവം സോളമന്റെ ജീവിതത്തിലേക്ക് ഇടപെട്ടു. ദൈവം സോളമന് കർശനമായി നിർദ്ദേശം കൊടുത്തു, നോ, ഇത് പറ്റില്ല. എന്നാൽ ആ പ്രത്യക്ഷപ്പെടലിൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുഗമിക്കാൻ സോളമന് സാധിച്ചില്ല. കാരണം അവൻ്റെ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ വ്യതിചലിപ്പിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം വളരെ വ്യക്തമായി ദൈവത്തിന്റെ ജനത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നിന്റെ വിശ്വാസത്തിൽ പെടാത്ത ഒരു വ്യക്തിയെ ഭാര്യയായി നീ സ്വീകരിക്കരുത് എന്ന് ദൈവം വ്യക്തമായി നിർദ്ദേശം കൊടുത്തിരുന്നു. അതും സോളമൻ ലംഘിച്ച് എന്നിട്ടാണ് തന്നിഷ്ടപ്രകാരം ഭാര്യമാരെ സ്വീകരിച്ച് കൊട്ടാരങ്ങളിലേക്ക് കൊണ്ടുവന്നത്. ഇങ്ങനെ തൻ്റെ ജീവിതത്തിൽ പിതാവായ ദാവീദിനെ പോലെ സോളമൻ ദൈവത്തെ പൂർണ്ണമായും അനുഗമിച്ചില്ല. അങ്ങനെ വന്നപ്പോൾ ദൈവത്തിൻ്റെ അപ്രീതിക്ക് അവൻ പാത്രമായി.
ഇതാ മൂന്നാം തവണ ദൈവം സോളമന് പ്രത്യക്ഷപ്പെട്ടു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-ാം അധ്യായത്തിൽ 11-ാം തിരുലിഖിതം. കർത്താവ് സോളമനോട് അരുളി ചെയ്തു, നിന്റെ മനസ്സ് ഇങ്ങനെ തിരിയുകയും എൻ്റെ ഉടമ്പടിയും ഞാൻ നൽകിയ കൽപ്പനകളും പാലിക്കാതിരിക്കുകയും ചെയ്തതിനാൽ ഞാൻ രാജ്യം നിന്നിൽ നിന്ന് പറിച്ചെടുത്ത് നിന്റെ ദാസന് കൊടുക്കും. ഇതാ സോളമനിൽ നിന്ന് ദൈവം രാജ്യം പറിച്ചെടുക്കാൻ പോവുകയാണ്. സോളമനിൽ നിന്ന് ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹം മാറി നീങ്ങിപ്പോകാൻ പോവുകയാണ്. പക്ഷേ ഉടനെ തന്നെ ദൈവം അടുത്ത സെന്റൻസ് പറയുകയാണ്, എന്നാൽ നിന്റെ അപ്പനായ ദാവീദിനെ ഓർത്ത്, നിന്റെ പിതാവായ ദാവീദിനെ ഓർത്ത് ഞാൻ അത് ചെയ്യുകയില്ല. നിന്റെ കാലത്ത് ഞാൻ അത് ചെയ്യുകയില്ല, നിന്റെ മക്കളുടെ കാലത്ത് ഞാനത് ചെയ്യും. നോക്ക്, ഒരു തകർച്ച സോളമന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പം സോളമന്റെ അപ്പൻ വിശുദ്ധ ജീവിതം നയിച്ചതുകൊണ്ട് ആ അപ്പനെ ഓർത്ത് ദൈവം ആ ഒരു തിന്മ വരുത്താതെ സംരക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. ദാവീദ് തൻ്റെ ജീവിതകാലത്ത് ദൈവത്തിന് പ്രിയങ്കരനാകാൻ വേണ്ടി രാപകല് കണ്ണിൽ എണ്ണ ഒഴിച്ച് ചത്തു പണിയെടുത്ത് ഒരുപാട് വേദന അദ്ദേഹം സഹിച്ചിട്ടുണ്ട്, ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നു പോയിട്ടുണ്ട്, ഒരുപാട് കണ്ണുനീരിലൂടെ കടന്നു പോയിട്ടുണ്ട്, ഒരുപാട് സംഘർഷങ്ങൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഞെരുങ്ങി ജീവിച്ചത് കൊണ്ട് അദ്ദേഹം മരിച്ച് അദ്ദേഹത്തിൻ്റെ മകൻ്റെയും മരണത്തിൻ്റെ അത്രയും ആ കാലത്തെത്തിയപ്പോൾ പോലും ദൈവം ദാവീദ് പണ്ട് ചെയ്ത ആ നന്മകളെ ഓർത്ത് സോളമനോട് കരുണ കാണിക്കുകയാണ്. നോക്ക്, ഒരു നൂറ്റാണ്ട് മുമ്പ് അല്ലെങ്കിൽ ഒരു യുഗം മുമ്പ്, ഒരു തലമുറ മുമ്പ് ദാവീദ് ചെയ്ത സൽകൃത്യങ്ങൾ ഓർത്തിരിക്കുന്ന ദൈവം, പ്രൈസ് ദി ലോർഡ്, ഓർത്തിരിക്കുന്ന ദൈവം, ഓർത്ത് ദൈവം പിൻതലമുറയോട് കരുണ കാണിക്കുകയാണ്. ഇതാ മറ്റൊരു രംഗം അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള രംഗങ്ങൾ. കേസറിയായിൽ കൊർണേലിയൂസ് എന്നു പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഇത്താലിക്ക് എന്ന് പേരുള്ള സൈന്യ വിഭാഗത്തിന്റെ ഒരു ശതാധിപനാണ്. അവൻ അംഗരക്ഷകരുണ്ട്, അവന്റെ കീഴിൽ പടയാളികളുണ്ട്, അവൻ അധികാരമുണ്ട്, പെരുമയുണ്ട്. പക്ഷെ അവനെ കുറിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുകയാണ്, അവൻ ദൈവഭയവും ദൈവഭക്തിയും ഉള്ളവനായിരുന്നു. അവൻ ജനങ്ങൾക്ക് ഉദാരമായ ദാനധർമ്മം ചെയ്യുകയും ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇതിന് വിലയുണ്ടായി, ദൈവം അവനെ മാനിച്ച്. അതുകൊണ്ട് അടുത്ത വാക്യം, ഒരു ദിവസം ഏതാണ്ട് 9-ാം മണിക്കൂറിൽ കൊർണേലിയൂസ് എന്ന് വിളിച്ചുകൊണ്ട് ഒരു ദൈവദൂതൻ ആഗതനാകുന്നത് ഒരു ദർശനത്തിൽ അവൻ വ്യക്തമായി കണ്ടു. ഭയവിഹുലനായി ഉറ്റുനോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു, പ്രഭോ, ഇതെന്താണ്? ഉടനെ ദൂതൻ പറഞ്ഞു, നിന്റെ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ദൈവസന്നിധിയിൽ നിന്നെ അനുസ്മരിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ കൊർണേലിയൂസ് ചെയ്ത പ്രാർത്ഥന, ഈ കൊർണേലിയൂസിന്റെ ദൈവഭയം, ഈ കൊർണേലിയൂസിന്റെ ദാനധർമ്മം, ഇത് സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന് എപ്പോഴും സന്തോഷം നൽകി. അതുകൊണ്ട് ദൈവം അത് ഓർത്തിരിക്കുകയാണ്. കൊർണേലിയൂസ് പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പം, അവൻ മുട്ടുകുത്തുമ്പം ഉടനെ ഇവന്റെ ദാനധർമ്മങ്ങൾ ദൈവം ഓർക്കുകയാണ്, ഇവന്റെ ദൈവഭയം ദൈവം ഓർക്കുകയാണ്, ഇവന്റെ എളിമ ദൈവം ഓർക്കുകയാണ്, ഇവന്റെ സത്യസന്ധത ദൈവം ഓർക്കുകയാണ്, ഇവന്റെ നേരെ പോ എന്നുള്ള സ്വഭാവം ദൈവം ഓർക്കുകയാണ്, ഇവൻ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്ന ദൈവം ഓർക്കുകയാണ്, ഇവന്റെ ഉപവാസങ്ങൾ ദൈവം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം പോലും വെറുതെയല്ല. അതെല്ലാം സ്വർഗസ്ഥനായ പിതാവ് ഓർക്കും. ഞാനൊരു ദാനധർമ്മം ചെയ്യുന്നത് സ്വർഗസ്ഥനായ പിതാവ് ഓർക്കും. ഞാനൊന്ന് പ്രാർത്ഥിക്കുന്നത്, ഒരു കൊന്ത ചെല്ലുന്നത്, ഒന്ന് മുട്ടുകുത്തുന്നത്, ഒന്ന് അനുസരിക്കുന്നത്, ഒന്ന് എളിമപ്പെടുന്നത്, ഞാൻ അകാരണമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ സന്തോഷത്തോടെ അവരോട് ക്ഷമിക്കുന്നത്, എൻ്റെ ഓരോ ദൈവഭയത്തിൻ്റെ പ്രവൃത്തികളെയും ദൈവം ഓർക്കും. കൊർണേലിയൂസിന് പറഞ്ഞു, കൊർണേലിയൂസേ, നിന്റെ ദാനധർമ്മങ്ങളും നിന്റെ ത്യാഗങ്ങളും നിന്റെ എല്ലാം ദൈവം ഓർത്തിരിക്കുന്നു, അതുകൊണ്ട് എന്നെ ദൈവം അയച്ചിരിക്കുകയാണ്. ഒരു ദൂതനെ സ്വർഗത്തിൽ നിന്ന് പിതാവ് ഇതാ കൊർണേലിയൂസിൻ്റെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ്. നമ്മുടെ ഓരോ നല്ല കാര്യങ്ങളും ഓർക്കുന്ന ദൈവമാണ്. അത് വിലമതിക്കുന്ന, മാനിക്കുന്ന ദൈവമാണ് സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. വീണ്ടും പുറപ്പാടിന്റെ പുസ്തകത്തിലേക്ക് പോകാം. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 23 മുതൽ 25 വരെ തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ എന്താണ് കാണുന്നത്? ഇതാ ദൈവത്തിന്റെ ജനം ഈജിപ്തിൽ മേലാളന്മാരുടെ ക്രൂരത നിമിത്തം കണ്ണുനീർ കയത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. സഹായിക്കാൻ ആരുമില്ല, ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത വിധം ഊരാക്കുരുക്കിൽ കുടുങ്ങിപ്പോയതുപോലെ ആയിപ്പോയി ആ ജനത്തിന്റെ സ്ഥിതി. അങ്ങനെ നെടുവീർപ്പുകളും വിലാപങ്ങളും സ്വർഗത്തിലേക്ക് ഉയരുകയാണ്. ആ പശ്ചാത്തലത്തിലാണ്
2-ാം അധ്യായത്തിൽ 23 മുതൽ 25 വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുറപ്പാടിന്റെ പുസ്തകം 2:23. കുറെ കാലം കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവ് മരിച്ചു. അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അവരുടെ നിലവിളി ദൈവ സന്നിധിയിലെത്തി. ദൈവം അവരുടെ ദീനരോദനം ശ്രവിക്കുകയും അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അവിടെ കിടക്കുന്ന ജനങ്ങൾ പല പോകിരി സ്വഭാവങ്ങളുള്ളവരാണ്. ഒരുപക്ഷെ അവരുടെ കയ്യിലിരിപ്പ് നിന്നായിരിക്കും അങ്ങനെ വന്നിട്ടുണ്ടാവുക. എന്തായാലും ശരി, അവരുടെ അകൃത്യങ്ങളെ ഓർക്കുന്നതിനേക്കാൾ ദൈവം ഓർത്തത് അവരുടെ പിതാക്കന്മാരായ അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ്, ഇങ്ങനെയുള്ള പിതാക്കന്മാര് അവരുടെ ഒരു ആയുഷ്കാലത്ത് ദൈവത്തിന് മുമ്പിൽ ദൈവഭയത്തോടെ ജീവിച്ച് ദൈവത്തിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങളും ഉടമ്പടികളും അവർ പ്രാപിച്ചിരുന്നു. പിതാക്കന്മാരായ അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ് ഇവരുടെ ജീവിതങ്ങളെ ദൈവം ഓർത്ത്, ഇവരോട് കുറഞ്ഞ വാക്കുകളെ ദൈവം ഓർത്ത്, ഇവരോട് ചെയ്ത ഉടമ്പടികളെ ദൈവം ഓർത്ത്, എന്നിട്ട് ഈ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടിയെ ഓർത്ത് ഈ ജനത്തിന് വേണ്ടി നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ ജനത്തിന് വേണ്ടി ഇടപെടുകയാണ്. ഇതിന് എന്താ മനസ്സിലാക്കേണ്ടത്? ഞാനും നിങ്ങൾ ഒരു നന്മ പ്രവൃത്തി ചെയ്താൽ ഒരു 5 നൂറ്റാണ്ട് കഴിഞ്ഞാലും ദൈവം അത് ഓർത്തിരിക്കുന്നു. എന്നിട്ട് ഒരു 5 നൂറ്റാണ്ട്, 10 തലമുറയ്ക്ക് ശേഷം നമുക്കൊരു പിൻതലമുറ ഉണ്ടെങ്കിൽ അവരൊരു അകൃത്യം ചെയ്യുമ്പോൾ ഈ തലമുറയിൽ ഈ നമ്മൾ ചെയ്ത ഈ നന്മ പ്രവൃത്തി ഓർത്തിട്ട് അവരോട് കരുണ കാണിക്കുന്ന ഒരു ദൈവത്തെ അല്ലേ ബൈബിൾ നമുക്ക് കാണിച്ചു തരുന്നത്? വീണ്ടും പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 6-ാം തിരുലിഖിതം. എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. പുറപ്പാട് 20:6. എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്ന ഒരുവനോട് 1000 തലമുറകൾ ഞാൻ കരുണ കാണിക്കും. പ്രിയപ്പെട്ട സഹോദരൻ, എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ ഒരാൾ ഇന്നൊരു ഉപവാസം എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരാൾ ദാനധർമ്മം ചെയ്യുന്നു, നമ്മൾ ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കാൻ വേണ്ടി ഇന്ന് അപമാനം സഹിക്കുന്നു, ഇന്ന് കഷ്ടത സഹിക്കുന്നു, ഇന്ന് കണ്ണുനീരിൽ ഇരിക്കുന്നു, ഇന്ന് വേദന, അങ്ങനെ ഇന്ന് ജീവിതത്തെ ദൈവത്തിന് പ്രിയങ്കരമാവിധമാക്കാൻ വേണ്ടി മദ്യപാനം ഉപേക്ഷിച്ച്, ചീട്ടുകൾ ഉപേക്ഷിച്ച്, പാപം ഉപേക്ഷിച്ച് ദൈവമാർഗത്തിൽ നടക്കാൻ വേണ്ടി ക്ലേശം സഹിച്ച് ദൈവഭക്തനായി ദൈവഭയമുള്ള ഒരുവനായി ജീവിച്ചാൽ എൻ്റെയും നിങ്ങളുടെയും ഈ സുഹൃതം, ഈ നന്മ, ഈ ദൈവമായ പ്രകാരമുള്ള ജീവിതം, ദൈവത്തെ സ്നേഹിക്കുന്ന ഈ ജീവിതം, ഞാൻ ചെയ്യുന്ന ഈ നന്മ പ്രവൃത്തി 1000 തലമുറകൾ കഴിഞ്ഞാലും ദൈവം ഓർത്ത് ഈ സൽകൃത്യത്തെ പ്രതി ദൈവം ആ തലമുറയെ അനുഗ്രഹിക്കും. 1000 തലമുറ വരെയല്ല, 1000 തലമുറകൾ. അതിനർത്ഥം പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ഒക്കെ പ്രവൃത്തികൾക്ക് വിലയുണ്ടാവുള്ളൂ എന്നാണ്. എന്നാൽ പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യം, അബ്രാഹത്തിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ദൈവം തെരഞ്ഞെടുത്ത കുറെ പേരുടെ പ്രവൃത്തികൾക്ക് വിലയുണ്ടാവും. ദാവീദിന്റെ പ്രവൃത്തിക്ക് വില, അബ്രാഹം, ഇസ്ഹാക്ക്, യാക്കോബിന്റെ പ്രവൃത്തികൾക്ക് വില, അങ്ങനെ ദൈവം തെരഞ്ഞെടുത്ത കുറെ പേരുടെ പ്രവൃത്തികൾക്ക് വിലയുണ്ടാവൂ എന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ പുറപ്പാട് 20-ാം അധ്യായം 6-ാം വാക്യം പഠിപ്പിക്കുകയാണ്, എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്ന ഒരുവൻ, അത് ആരായാലും, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോ, ഈ പറഞ്ഞുകൊണ്ട് ഞാനോ, ആരായാലും 1000 തലമുറകൾ, എത്ര തലമുറ കഴിഞ്ഞാലും അത് ഓർത്തിരിക്കുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം. പ്രൈസ് ദി ലോർഡ്. വേറൊരു വാക്യം പറഞ്ഞാൽ ദൈവഭയമുള്ളവനെ മാനിക്കുന്നതാണ് ബൈബിളിലെ ദൈവം. നമ്മുടെ കുടുംബത്തിൽ 1000 പാപികൾ ഉണ്ടാകുന്ന മെച്ചമാണ് ദൈവഭയമുള്ള ഒരാളുണ്ടാകുന്നത്. ഇവന്റെ പ്രവൃത്തികളാണ് ദൈവം ഓർത്തിരിക്കാൻ പോണത്. എഴുന്നേറ്റ് നിൽക്കാം. ഈ നിമിഷങ്ങളിൽ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 16-ാം അധ്യായം 3-ാം വാക്യം, ദൈവഭയമുള്ള ഒരുവൻ 1000 പാപികളെക്കാൾ മെച്ചമാണ്. ഈ ദൈവഭയം ഉള്ളവന്റെ പ്രവൃത്തികളെ ദൈവം ഓർത്തിരിക്കും. നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം പോലും ദൈവം മറക്കില്ല, ഓർത്തിരിക്കും. ഓർത്തിരുന്ന അവൻ അനുഗ്രഹിക്കും, അവൻ അനുസ്മരിച്ച് അനുഗ്രഹിക്കും. കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ദൈവമേ, മരിക്കുന്നതിന് മുമ്പ് ദൈവഭയപ്രകാരമുള്ള നന്മയുടെ ജീവിതത്തിന് ഉടമയാകണം.
ദൈവവചനപ്രകാരമുള്ള ജീവിതത്തിനുടമയാകണം. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഈ ജീവിതകാലത്ത് കഷ്ടങ്ങൾ സഹിക്കുന്ന, വേദന സഹിക്കുന്ന, കണ്ണുനീര് സഹിക്കുന്ന ഒരു ദൈവഭൈതലായി എനിക്ക് മാറണം. അതിനുവേണ്ടി എന്നെ അനുഗ്രഹിക്കണമേ. ഞാൻ ഇന്ന് കഷ്ടം സഹിച്ച് ഒരു നന്മയുടെ ജീവിതം, മദ്യപാനം ഉപേക്ഷിച്ചൊരു ജീവിതം, തിന്മ ഉപേക്ഷിച്ചൊരു ജീവിതം, നെറികേടുകൾ ഉപേക്ഷിച്ച ജീവിതം, അന്ധകാരം ഉപേക്ഷിച്ച ജീവിതം ഇന്ന് ഞാൻ കഷ്ടം സഹിച്ച് പരിശീലിച്ചാൽ എൻ്റെ ഈ ഓരോ കഷ്ടത, ഓരോ ത്യാഗപ്രവർത്തികൾ 1000 തലമുറ കഴിഞ്ഞാലും എൻ്റെ ദൈവം ഓർത്തിരിക്കും. എൻ്റെ ദൈവം അത് എണ്ണുന്നുണ്ട്. എൻ്റെ ദൈവം വിലമതിക്കുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ സമൂഹത്തിലേക്ക് നന്മയുടെ ആത്മാവിനെ നിവേശിപ്പിക്കണമേ, വിശുദ്ധിയുടെ ആത്മാവിനെ നിവേശിപ്പിക്കണമേ, ദൈവഭയത്തിൻ്റെ ആത്മാവിനെ നിവേശിപ്പിക്കണമേ, സത്യസന്ധയുടെ ആത്മാവിനെ നിവേശിപ്പിക്കണമേ, ദൈവാനുഗ്രഹത്തിൻ്റെ ആത്മാവിനെ നിവേശിപ്പിക്കണമേ, ദൈവവചനത്തിൻ്റെ ആത്മാവിനെ നിവേശിപ്പിക്കണമേ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ, യുവതിവാക്കന്മാരെ അനുഗ്രഹിക്കണമേ കർത്താവേ, ബാലികാ ബാലന്മാരെ അനുഗ്രഹിക്കണമേ കർത്താവേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. അന്ധകാരത്തിൽപ്പെട്ട കുടുംബങ്ങളെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ അവകാശപ്പെടുന്നു. ഇപ്പോൾ അന്ധകാരങ്ങൾ മാറി പ്രകാശത്തിലേക്ക് വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, തന്റെ ഇഷ്ട നിർവഹണത്തിന് വേണ്ടി സാത്താൻ അടിമകളായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഓരോ ജീവിതങ്ങളെയും യേശുവിന്റെ നാമത്തിൽ അന്ധകാരങ്ങളിൽ നിന്ന് വിടുവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ, പ്രാർത്ഥനയുടെ അഭിഷേകം നിറയട്ടെ. സന്ധ്യാപ്രാർത്ഥന ഇല്ലാത്ത കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥന അഭിഷേകം നിറയട്ടെ കർത്താവേ. ദൈവമേ, ഓഫീസിൽ നിന്ന്, ജോലി സ്ഥലത്ത് നിന്ന്, ചന്തയിൽ നിന്ന്, അങ്ങാടിയിൽ നിന്ന് നേരത്തെ വന്ന് എൻ്റെ കുടുംബത്തോട് ചേർന്നിരുന്ന് സന്ധ്യാപ്രാർത്ഥന ചെയ്യുന്ന ഒരു അഭിഷേകം ഈ കുടുംബങ്ങളിൽ ഇപ്പോൾ നൽകണമേ കർത്താവേ. ദൈവവചനം പഠിക്കാൻ അഭിഷേകം നൽകണമേ, അനുസരിക്കാൻ അഭിഷേകം നൽകണമേ. താന്തോന്നികൾ, ദുർവൃത്തന്മാർ, വെറിക്കൂത്തുകൾ മുഴുകുന്നവർ യേശുനാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ദൈവഭയത്തിന്റെ ജീവിതം ഈ ദാസിദാസന്മാരുടെ മേൽ ദാനമായി ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രഭാഷകൻ 16:3. ദൈവഭയമുള്ള ഒരുവൻ 1000 പാപികളെക്കാൾ മെച്ചമാണ്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 19-ാം തിരുലിഖിതം. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏക സത്യദൈവമായ യേശു ക്രിസ്തുവിനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ യേശുവിന്റെ ശരീരത്തിൽ നിന്ന് ഇപ്പോൾ ശക്തി വ്യാപരിക്കുകയാണ്.
രണ്ട് കരങ്ങൾ ഉയർത്തി, മകനെ മകളെ, വിശ്വാസം ഉണ്ടെങ്കിലും വിശ്വാസം ഇല്ലെങ്കിലും ഇപ്പോൾ നീ സഭയോട് ചേർന്ന് യേശുവിനെ വിളിക്കുമെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അത്ഭുതമുണ്ട്, യേശുവിന്റെ നാമത്തിൽ മാനസാന്തരമുണ്ട്, യേശുവിന്റെ നാമത്തിൽ പൈശാചിക ശക്തികൾ അലറിക്കൊണ്ട് ഓടി മറയുന്ന സമയമാണ്. കൈകൾ ഉയർത്തി യേശുവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഓ ദൈവമേ, തലമുറകളായി അന്ധകാരത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങൾ യേശുനാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗങ്ങളും പകർച്ചവ്യാധികളും മാരക രോഗങ്ങളും അനർത്ഥങ്ങളും അപകട മരണങ്ങളും യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ.